ഹിസ്റ്ററി കമ്പനിയിലുണ്ട്. അതിന്റെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ നിങ്ങൾ വരുമ്പോൾ തന്നെ കൊടുക്കാൻ പറ്റുമല്ലോ അല്ലേ? ഓക്കെ, ഇൻഷുറൻസ് ഹിസ്റ്ററി എല്ലാം കൊടുക്കാം. ഓക്കെ, അപ്പോ കോമ്പസ് പെട്രോൾ ഓട്ടോമാറ്റിക് എന്ന് പറയുമ്പോൾ മൈലേജ് വളരെ കുറവായിരിക്കും. മൈലേജ് ബിലോ 10. കഴിഞ്ഞ മാസം നമ്മൾ വീഡിയോ ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു 2 മാസത്തോളം. 2 മാസത്തോളം. ജൂൺ മിസ്സായി. ജൂൺ മിസ്സായിട്ടുണ്ടാവും. ജൂൺ നമ്മൾ വീഡിയോ ചെയ്തിട്ടില്ല. കാരണം ജിതിൻ നമ്മൾ കുറച്ച് തിരക്കിലായി. അതിന്റെ കൂടെ ജിതിനെ വിളിച്ചപ്പോൾ ജിതിൻ തിരക്കിലായി. പിന്നെ ജിതിനെ നമ്മൾ വിളിക്കുമ്പോൾ നമ്മൾ തിരക്കിലായി. അങ്ങോട്ടും ഇങ്ങോട്ട് സിങ്കായി. ഇതിന്റെ ഡീസലിന്റെ പ്രത്യേകത നല്ല മൈലേജ് ഉണ്ടോ? അടിപൊളി മൈലേജ്. 18-20 റേഞ്ച് മൈലേജ്, 20 കിലോമീറ്റർ മൈലേജ് കിട്ടും. ഡീസൽ ഓട്ടോമാറ്റിക്കാ? ഡീസൽ മാനുവലാ. അപ്പൊ 20 മേലെ തന്നെ. ഓക്കെ, ഏതാ മോഡൽ ഇത്? 2022 മോഡൽ HTX എന്ന് പറഞ്ഞിട്ടുള്ള മിഡിൽ ഓപ്ഷൻ. പെട്രോൾ കണ്ടു, ഡീസൽ കണ്ടു, അടുത്തത് ഒരു EV ആണ്, ടിയാഗോ EV. ഓക്കെ, ഇപ്പൊ ടാറ്റയുടെ BYD, ഈ രണ്ട് ബ്രാൻഡിന്റെ EVകളാണ് കൂടുതൽ മാർക്കറ്റിൽ ഇപ്പൊ നിലവിൽ ചിത്രോണൊക്കെ ചെറിയ രീതിയിലൊക്കെ കളിക്കുന്നുണ്ട്. അതെ, ടാറ്റ BYD ഇത് രണ്ടുമാണ് ഇപ്പൊ കളിച്ചോണ്ടിരിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. നമ്മള് വീണ്ടും ഷമീസ് കാസിലേക്ക് എത്തിയിരിക്കുകയാണ്. സ്വാഗതം. രണ്ടുപേർക്കും സ്വാഗതം. അപ്പോ കഴിഞ്ഞ മാസം നമ്മള് ഗ്യാപ്പായി അല്ലേ? കഴിഞ്ഞ മാസം നമ്മൾ വീഡിയോ ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു 2 മാസത്തോളം. 2 മാസത്തോളം. ജൂൺ മിസ്സായി. ജൂൺ മിസ്സായിട്ടുണ്ടാവും. ജൂൺ നമ്മൾ വീഡിയോ ചെയ്തിട്ടില്ല. കാരണം ജിതിൻ നമ്മൾ കുറച്ച് തിരക്കിലായി. അതിന്റെ കൂടെ ജിതിനെ വിളിച്ചപ്പോൾ ജിതിൻ തിരക്കിലായി. പിന്നെ ജിതിനെ നമ്മൾ വിളിക്കുമ്പോൾ നമ്മൾ തിരക്കിലായി. അങ്ങോട്ടും ഇങ്ങോട്ട് സിങ്കായി. അതെ അതെ അതെ, അങ്ങനെ കഴിഞ്ഞു. ഒരു മാസം നമുക്ക് മിസ്സായി. കമന്റ്സ് വന്നിരുന്നു, ചോദിച്ചിട്ട് കമന്റ്സ് ഉണ്ടായിരുന്നു. തീർച്ചയായും സന്തോഷം. ആളുകൾ നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പോ ഇന്ന് നല്ല തിങ്ങി നിറഞ്ഞിട്ടാണ് ഷോറൂം ഉള്ളത്. അതെ, കുറെ സ്റ്റോക്ക് ഉണ്ട് അല്ലേ? നമ്മുടെ യാർഡിലും ഉണ്ട്. നമുക്കിപ്പം വീഡിയോയിൽ കാണിക്കാത്ത 40-ലധികം വണ്ടികൾ, വീഡിയോയിൽ കാണിക്കാത്ത വണ്ടികൾ നമ്മുടെ അടുത്ത് പുതിയ സ്റ്റോക്ക്. പുതിയ വണ്ടികൾ, അതെ, കാണിക്കാത്ത വണ്ടികൾ. ഇവിടുത്തെ പ്രൈഡിൽ മാത്രം പറഞ്ഞു. പ്രൈഡ് എന്ന് പറയുമ്പോൾ 10 ലക്ഷത്തിന്റെ താഴെ ഷമീസ് കാസ് പ്രൈഡ്. അത് ഞാൻ മറന്നുപോയി പറയാം. ഇത് പ്രൈഡാണ്. മാങ്കാവ് തിരുവണ്ണൂരുള്ള ഷമീസ് കാസ് പ്രൈഡാണ്. 10 ലക്ഷത്തിന്റെ താഴെ ബഡ്ജറ്റ് വരുന്ന വാഹനങ്ങളാണ് ഇവിടെ ഉണ്ടാവുക. ഇതിന്റെ മേലുള്ള വാഹനങ്ങൾ നടക്കാവ് ഷോറൂമിൽ ഉണ്ടാവും, ഷമീസ് കാസിൽ. ഓക്കെ, ഇന്ന് പോളോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനത്തെ നമ്മുടെ അടുത്ത് ഇപ്പൊ നോക്കുമ്പോൾ മാരുതിയുടെ വണ്ടികൾ വളരെ കുറവായിരിക്കും. അതല്ലാത്ത 10 ലക്ഷത്തിന്റെ ചോളം നോക്കുന്ന എല്ലാതരം വണ്ടികളും നമ്മുടെ അടുത്തുണ്ട്, ലഭ്യമാണ്. ഓക്കെ, അപ്പോ ഇന്നാരം മുജന്നെ ഡീറ്റെയിൽ പറയുന്നത് മിൻഹാജ് പറയും. ഓക്കെ, എന്തായാലും നമുക്ക് കണ്ടുപോകാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ. ഷമീർ കാ, നമുക്ക് പ്രൈസ് എല്ലാത്തിന്റെ നല്ല ഇവിടുത്തെ എല്ലാം പോകാൻ തന്നെയാണ്. എന്നാലും പ്രൈസ് നമ്മൾ ഇതിലൊന്നും കൂടി സ്പെഷ്യലാക്കി നെറ്റാക്കിയിട്ടുണ്ട്. ദൈവാനുഗ്രഹം കൊണ്ട് നമുക്ക് മാഷാഅല്ലാ കച്ചവടം നന്നായിട്ട് പോകുന്നുണ്ട്. അപ്പൊ നമ്മൾ അതിന്റെ കൂടെ തന്നെ ഇപ്പം എല്ലാ സ്റ്റോക്കുകളും നമ്മൾ എല്ലാ ദിവസവും നമ്മുടെ പേജ് വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പൊ അതെല്ലാം കൂടി ചെയ്യുന്നതുകൊണ്ട് തന്നെ നല്ല ബിസിനസ് നടക്കുന്നുണ്ട്. ഇവരുടെ നമ്പർ തന്നെ കാറ്റലോഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇൻസ്റ്റാ പേജിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ കിട്ടും. വണ്ടിയുടെ പുതിയ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാ പേജിലെല്ലാം വരുന്നുണ്ട്. അതെ, അപ്പൊ കൂടുതൽ ഡീറ്റെയിലിന് കോൺടാക്ട് ചെയ്താൽ മതി. നമ്പർ വീഡിയോ തന്നെ കൊടുത്തിട്ടുണ്ട്. വീഡിയോയിലേക്ക് പോകാം അല്ലേ? ശരി. നമ്മുടെ ഇന്നത്തെ ആദ്യ വാഹനം സ്കോഡയുടെ സ്ലാവിയാണ്, സെഡാൻ കാറ്റഗറി വണ്ടി. സ്കോഡ ഇന്ന് എനിക്ക് തോന്നുന്നു ഒരുപാട് വണ്ടി ഉണ്ടല്ലേ ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. സ്കോഡന്റെ ഷോറൂം ആണെന്ന് ചോദിക്കണ്ട. ഓക്കെ, ഒരുപാട് വണ്ടികളുണ്ട്. സ്കോഡയും വോക്സ് വാഗനായിട്ട് ജർമ്മൻ വണ്ടികൾ മാത്രം നമ്മുടെ 6-ലധികം ഉണ്ട് ഇപ്പോൾ സ്റ്റോക്ക് ഇവിടെ പ്രൈസിലുണ്ടല്ലേ? ഓക്കെ, സ്ലാവിയ ഉണ്ടെങ്കിൽ വർച്ചസ് ഉണ്ട് കേട്ടോ അവിടെ. ഇതേതാ മോഡല്? 2022 മോഡലുണ്ടെങ്കിൽ 2023 6 മാസം ഇറങ്ങിയിരിക്കുന്ന സ്ലാവിയയുടെ ആംബിഷൻ എന്ന വേരിയന്റ് ആണ്. ആംബിഷൻ. ഓക്കെ, മാനുവൽ ഓട്ടോമാറ്റിക്. അതേപോലെ ഒന്നുകൂടി പറയാനുണ്ട്, മാനുവൽ ആണ്. ഇത് ഒരാൾ മാത്രം യൂസ് ചെയ്ത വണ്ടിയാണെങ്കിലും ടെക്നിക്കലി 2 ഓണർ ആയിട്ടുണ്ട്. കാരണം ഫസ്റ്റ് കമ്പനിയുടെ പേരിലെടുത്ത് രണ്ടാമത് ആളെ പേരിലേക്ക് മാറിയിരിക്കും. കമ്പനിയുടെ പേരിലെടുക്കാന്ന് വെച്ചാൽ ടാക്സിന്റെ ഇത് കുറഞ്ഞാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ, വേറൊന്നുമല്ല. കമ്പനിയിൽ നിന്നും ആള് തന്നെ ആയിരിക്കും ഉപയോഗിച്ച് രണ്ടാമത് ആള് യൂസ് ചെയ്തതാണ് ഉപയോഗിച്ചത്. അത് തന്നെ. ഓക്കെ, അതിന് വേണ്ടിയിട്ട് എടുക്കുന്നതാണ്. പലർക്കും ഡൗട്ട് ഉണ്ടാവും അതിന് അങ്ങനെ കമ്പനിയുടെ പേരിൽ എടുക്കുന്നത്. ഓക്കെ, അപ്പോ സ്ലാവിയ ആംബിഷൻ മാനുവൽ ഓൾമോസ്റ്റ് ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടാവും ഇതിന്റെ അകത്ത് തന്നെ. പിന്നെ 1 ലിറ്റർ അല്ല, 1 ലിറ്ററിൽ നല്ല മെയിൻറ്റെയിൻ ചെയ്ത വണ്ടി. മൈലേജ് ഒക്കെ ഒരു 12-15 വരെ കിട്ടോ? 12 എന്തായാലും പറയാൻ പറ്റും, നമുക്ക് എന്തായാലും പറയാം. ഓക്കെ, ഒരു ക്ലെയിമില്ലല്ലോ? ഒരു ക്ലെയിമില്ല. ഓക്കെ, അപ്പോൾ ഒരു അടിപൊളി നല്ലൊരു സേഫ്റ്റിയും പെർഫോമൻസും എല്ലാം ഉള്ള ഒരു സെഡാൻ വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ എടുക്കാൻ പറ്റിയ വണ്ടിയാണ് ഇതും. പർച്ചേസും എത്രയാണ് നമ്മുടെ പ്രൈസ്? ഓഫർ ആയിട്ട് നെറ്റ് പ്രൈസിൽ 8,80,000 രൂപ കൊടുക്കാൻ പറ്റും. 8,80,000 22 മോഡൽ 23 രജിസ്ട്രേഷൻ 6 മാസം വണ്ടി. അവിടുന്ന് 15 വർഷത്തേക്കാണ് ടാക്സ് കാര്യങ്ങളൊക്കെ കൂട്ടുക കേട്ടോ. 23 6 മാസം. ഓക്കെ, അപ്പോൾ താല്പര്യമുണ്ട് എന്തായാലും നോക്കിക്കോ. കിലോമീറ്റർ പറഞ്ഞു നമ്മളിതിന്റെ ഒരു 22,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. കിലോമീറ്റർ ആണ്. അപ്പോൾ താല്പര്യമുണ്ട് എന്തായാലും വിളിച്ചോ. മാക്സിമം ലോണും കയറില്ലേ? 100% ലോൺ തോന്നുന്നു. ഓക്കെ, അടുത്ത നമ്മൾ നേരെ ഒരു SUV സെഗ്മെന്റിലേക്ക് എത്തി. ജീപ്പ് കോമ്പസ് KL7 എറണാകുളം രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ്. ഒരു സ്റ്റൈലിഷ് കോമ്പസ്. കോമ്പസിൽ അങ്ങനെ കാണാത്തൊരു കളറുമാണ് അല്ലേ? വെറൈറ്റി കളർ. ഓക്കെ, ഏതാ മോഡൽ ഇത്? 2018 മോഡല് ജീപ്പ് കോമ്പസ് പെട്രോൾ വരുന്ന ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ. പെട്രോൾ ഓട്ടോമാറ്റിക് ലിമിറ്റഡ് ഓപ്ഷൻ അല്ല, ലിമിറ്റഡ് പ്ലസ്. അതായത് ലിമിറ്റഡ് പ്ലസ്
ടോർക്ക് ഓട്ടോമാറ്റിക് ലോങ്ങിറ്റ്യൂഡിലും വരുന്നുണ്ട്, പക്ഷേ അത് ലിമിറ്റഡ് ആണ്. അതിന് ഫുൾ ഓപ്ഷൻ വരുന്നത് ഏറ്റവും ഫുൾ ഓപ്ഷൻ അല്ലേ? ഫുൾ ഓപ്ഷൻ ലിമിറ്റഡ് പ്ലസ്. ലിമിറ്റഡ് പ്ലസ് 2019 വരുന്നത്. 19 സൺറൂഫ് വരുന്നുണ്ട്, അത് ലിമിറ്റഡ് ആണ്. അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഓക്കെ, വണ്ടി ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഇന്ത്യൻ റഷ്യർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത്രയും നീറ്റിലാണ് വണ്ടി ഉള്ളത്. കിലോമീറ്റർ എത്ര ഓടി ഇപ്പോൾ? കിലോമീറ്റർ വെറും 60,000 കിലോമീറ്റർ ഓടിച്ചുള്ളൂ. 60,000 ഫുൾ കമ്പനി സർവീസാ? ഫുള്ള് കമ്പനി സർവീസ്, ആക്സിഡന്റില്ല, റീപ്ലേസ്മെന്റില്ല, ഒന്നുമില്ല. ഓക്കെ, ഫുൾ ഹിസ്റ്ററി കമ്പനിയിലുണ്ട്. അതിന്റെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ നിങ്ങൾ വരുമ്പോൾ തന്നെ കൊടുക്കാൻ പറ്റുമല്ലോ അല്ലേ? എല്ലാ വണ്ടിക്കും കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇൻഷുറൻസ് സിസ്റ്റം എല്ലാം കൊടുക്കാം. ഓക്കെ, അപ്പോൾ കോമ്പസ് പെട്രോൾ ഓട്ടോമാറ്റിക് എന്ന് പറയുമ്പോൾ മൈലേജ് വളരെ കുറവായിരിക്കും. മൈലേജ് ബിലോ 10. ബിലോ 10 അത്ര പ്രതീക്ഷ മതി. പക്ഷേ അതിന്റെ ഒരു കംഫർട്ടും ഒക്കെ തന്നെയാണ് വണ്ടി എടുക്കാനുള്ള മെയിൻ കാരണം. സ്റ്റെബിലിറ്റി അതൊക്കെ തന്നെയാണ് മെയിൻ കാരണം. പിന്നെ ലുക്ക്, കോമ്പസ് സേഫ്റ്റി അത്ര ഇറങ്ങിയ ഒരു വണ്ടിയാണ് കോമ്പസ്. അമേരിക്കന്റെ സാധനമല്ലേ? അതെ. അപ്പോ പ്രൈസ് എങ്ങനെ ഇപ്പോ? പ്രൈസ് നമുക്ക് നെറ്റ് ആക്കിയിട്ട് 9,60,000 കൊടുക്കാൻ പറ്റും. 9,60,000 ഒരു പെട്രോൾ ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ കോമ്പസ് ആണ് കിട്ടുന്നത്. ഫുൾ കമ്പനി സർവീസ് ഉണ്ട്. 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. നമുക്ക് 110% ലോണും കൊടുക്കാൻ പറ്റും. ലോണും കൊടുക്കും. 100 അല്ല 110 കൊടുക്കാം. 10 അധികം ആവശ്യമുള്ള പെട്രോൾ അടിക്കാനുള്ള പൈസ കൊടുത്തേക്കാം. പെട്രോളിന്റെ പൈസ മൈലേജ് അല്ല, മൈലേജ് കുറവ് പറയുന്നുണ്ടല്ലോ, അപ്പൊ അതിനൊരു കോംപ്രമൈസ് ചെയ്ത കയ്യിൽ. ഓക്കെ, അപ്പൊ അടുത്ത വണ്ടിയിലേക്ക് ഷമീർക്ക് പോയി, മിൻഹാജ് വന്നു. ഓക്കെ, അപ്പൊ അടുത്തത് സ്കോഡയുടെ ഒരു സ്റ്റാർട്ടിംഗ് കോമ്പാക്ട് SUV സെഗ്മെന്റ് ആണ് കൈലാക്. ഇപ്പൊ ഒരുപാട് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന വാഹനം. ഒരുപാട് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. എങ്ങനെയാ ഡീറ്റെയിൽ ഇത്? 2025 മോഡൽ, വെറും 7,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഓക്കെ, വാറണ്ടി ഇപ്പോ വാറണ്ടി 2028 വരെ എക്സ്റ്റൻഡ് അല്ല, 2028 വരെ 2030 വരെ എക്സ്റ്റൻഡ് വാറണ്ടി ഉണ്ട്. 28 വരെ സർവീസ് പാക്കേജും ഉണ്ട്. ഓക്കെ, അപ്പൊ കയ്യിൽ നിന്ന് പൈസ ചെലവാവില്ല. കയ്യിൽ നിന്ന് പൈസ ഒന്നും ചെലവാവില്ല. ഇപ്പൊ 7,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സംഭവം ഫസ്റ്റ് സർവീസ് എത്രയല്ല വരും? 15,000 അല്ലെങ്കിൽ 15,000 വരുന്നത്. 15,000 തന്നെ. ഓക്കെ, ഇനി 8,000 കിലോമീറ്റർ കഴിഞ്ഞിട്ട് ആദ്യത്തെ സർവീസ് നിങ്ങൾക്ക് ചെയ്യാം ഫ്രീ ആയിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു വർഷം അല്ലെങ്കിൽ 15,000 കിലോമീറ്റർ ആയിട്ട് ഇതിനുള്ള എത്ര വരുന്നു അപ്പോൾ സർവീസ് പാക്കേജ് അത്രയും ഫ്രീ ആയിട്ട്. ഓക്കെ, അപ്പോൾ വലിയ ഓട്ടം പോയിട്ടില്ല. ക്ലെയിം കാര്യമൊന്നും ഇല്ലല്ലോ? ചെറിയൊരു ക്ലെയിം ഉണ്ട്. അതായത് ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് ആയതുകൊണ്ട് തന്നെ കസ്റ്റമർ അവിടെ സ്ക്രാച്ച് വന്ന സമയത്ത് ആ ഹെഡ്ലൈറ്റും ഫെൻഡർ പീസും അങ്ങോട്ട് ക്ലെയിം ചെയ്തിട്ടുണ്ട്. നേരെ ഒരു വര അങ്ങനെ വന്നതാ. ഫോട്ടോ നമ്മളെ തന്നെ ഉണ്ട്. അപ്പോൾ മേജർ അടിയും കാര്യമൊന്നുമില്ല. ഒന്നുമില്ല, അടിയും കാര്യങ്ങളും. വണ്ടി അത്രയും ഷോറൂം കണ്ടീഷനാണ്. ഓക്കെ, വാറണ്ടിയിലാണല്ലോ, അതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഓപ്ഷൻ സിഗ്നേച്ചർ എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. മിഡിൽ ഓപ്ഷനാണ് വരിക. മാനുള്ള ഓട്ടോമാറ്റിക് വരുന്നത്. ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്, അത് പറയാൻ പറ്റും. ഓട്ടോമാറ്റിക് വണ്ടിയാണ്. അതെ. പ്രൈസിങ് എങ്ങനെയാ? ഒരു 9,35,000 കൊടുക്കാം. 9,35 2025 മോഡൽ, 30 വരെ വാറണ്ടിയും 28 വരെ സർവീസ് പാക്കേജ് ഉള്ള ഒരു കൈലാക്ക് ഓട്ടോമാറ്റിക് വണ്ടി നിങ്ങൾക്ക് കൊണ്ടുപോകാം. സിഗ്നേച്ചർ ആണ് ഓപ്ഷൻ വരുന്നത്. ഫുൾ ലോൺ വരുമോ? ഫുൾ ലോൺ കൊടുക്കാം. ഫുൾ ലോൺ കൊണ്ടുപോകാം. അപ്പോൾ താല്പര്യമുണ്ട് എന്തായാലും നോക്കിക്കോ. അടുത്ത വണ്ടി നമുക്ക് പെട്രോൾ വണ്ടിയിൽ നിന്ന് മാറി ഡീസലിലേക്ക് കിടക്കാം. കിയയുടെ സോണറ്റ് ആണ് ഡീസൽ വണ്ടി. KL 31 രജിസ്ട്രേഷൻ. ഇതിന്റെ ഡീസലിന്റെ പ്രത്യേകത നല്ല മൈലേജ് ഉണ്ടോ? അടിപൊളി മൈലേജ്. 18-20 റേഞ്ച് മൈലേജ്. 20 കിലോമീറ്റർ മൈലേജ് കിട്ടും. ഡീസൽ ഓട്ടോമാറ്റിക്കാ? ഡീസൽ മാനുവലാ. അപ്പോൾ 20 മേലെ തന്നെ. ഓക്കെ, ഏതാ മോഡൽ ഇത്? 2022 മോഡൽ HTX എന്ന് പറഞ്ഞിട്ടുള്ള മിഡിൽ ഓപ്ഷൻ വണ്ടി. ഇതിന്റെ മോൾ X+ GT ലൈൻ അങ്ങനെ 2 ഓപ്ഷൻ ഉണ്ടാവും. അലോയ്സ്, സൺറൂഫ്, പുഷ് ബട്ടൺ അങ്ങനത്തെ ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടാവും. സീറ്റ് വെന്റിലേഷൻ ഉണ്ടാവില്ല, വയർലെസ് ചാർജർ ഉണ്ടാവില്ല. മെയിൻ ആയിട്ട് ആ ഫീച്ചേഴ്സ് ആണ് മാറ്റം വരുന്നത്. ഓക്കെ, കിലോമീറ്റർ എത്രയായി? ഒരു 35,000 ഓടിയിട്ടുള്ളൂ. 22 മോഡൽ ഡീസലിന് 35,000 കൂടിയിട്ടുള്ളൂ. ഇതേ വണ്ടികൾ തന്നെ മാർക്കറ്റിൽ 60,000 80,000 ഒക്കെ എവിടെയോ വണ്ടികൾ ഉണ്ടാവും. അതിന്റെ വില എന്ന് പറയുമ്പോൾ മാർക്കറ്റിൽ നിന്ന് ഈ വണ്ടിയെ അപേക്ഷിച്ച് എനിക്ക് തോന്നുന്നു ഒരു 50,000 വ്യത്യാസം ഉണ്ടാവും. എന്തായാലും 50,000 മുകളിൽ തന്നെ വ്യത്യാസം വരും ആ വണ്ടിന്റെ വില നോക്കുകയാണെങ്കിൽ. ഓക്കെ, ആ കിലോമീറ്റർ വൈസുള്ള വ്യത്യാസം പറഞ്ഞാൽ തന്നെ ക്ലെയിമോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ക്ലെയിമോ കാര്യങ്ങളൊന്നുമില്ല. നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വണ്ടിയാണ്. ഓക്കെ, അപ്പോൾ പ്രൈസ് എങ്ങനെയാണ് ഇത്? നമുക്ക് 9,75,000 കൊടുക്കാം. 9,75 നിങ്ങൾക്ക് 2022 മോഡൽ ഡീസൽ മാനുവൽ HTX സോണറ്റ് കൊണ്ടുപോകാം. ഓണർഷിപ്പ് സിംഗിളാ? സെക്കൻഡ് ഓണർഷിപ്പ് കിടക്കുന്ന വാഹനം. ഓക്കെ, അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ നോക്കിക്കോ. നല്ല മൈലേജ് നോക്കുന്നവർക്ക് പറ്റിയൊരു ഓപ്ഷനാണ്. പിന്നെ കിലോമീറ്ററിന്റെ കാര്യം ഞാൻ പറഞ്ഞത് അതും കൂടി ആലോചിക്കുക. ചിലപ്പോൾ 80,000 ഒക്കെ കൂടിയ വണ്ടി മാർക്കറ്റിലുണ്ടാവും. സ്വാഭാവികമായിട്ട് പ്രൈസ് കമ്പയർ ചെയ്യുമ്പോൾ കിലോമീറ്റർ, ആക്സിഡന്റ്, ഇതൊക്കെ ഒന്ന് കമ്പയർ ചെയ്തിട്ട് എല്ലാവരും പ്രൈസ് എല്ലാം നോക്കണം. അപ്പോൾ താല്പര്യം വിളിച്ചോളൂ. അടുത്ത വണ്ടിയിൽ പെട്രോൾ കണ്ടു, ഡീസൽ കണ്ടു. അടുത്തത് ഒരു EV ആണ്, ടിയാഗോ EV. ഓക്കെ, ഇപ്പൊ ടാറ്റയുടെ BYD ഈ 2 ബ്രാൻഡിന്റെ EVകളാണ് കൂടുതൽ കളിക്കുന്നത്. ചെറിയ രീതിയിലൊക്കെ കളിക്കുന്നുണ്ട്. അതെ, ടാറ്റ, BYD ഇത് രണ്ടുമാണ് ഇപ്പൊ കളിച്ചോണ്ടിരിക്കുന്നത്. അതിൽ തന്നെ എനിക്കൊന്ന് പഞ്ച് റെക്കോർഡ് ഉപയോഗിച്ച് മുന്നേറുകയാണ് പഞ്ചിന്റെ. ഓക്കെ,
അപ്പോൾ ടിയാഗോ EV ആണ് KL11 കോഴിക്കോട് രജിസ്ട്രേഷൻ വരുന്ന വാഹനം. ഇതേതാ മോഡല്? 2024 മോഡൽ XT എന്ന് പറഞ്ഞിട്ടുള്ള വേരിയന്റിൽ LR ആണ്, ലോങ് റേഞ്ച്. ശരിക്കും ഫിസിക്കലി എത്ര കിട്ടും? ഈ 250 ആണ് ഫിസിക്കലി കിട്ടുന്ന റേഞ്ച്. 250 കമ്പനി 320 ഒക്കെ പറയുന്നുണ്ട്, പക്ഷേ ആ റേഞ്ചിലേക്ക് കിട്ടാൻ പ്രയാസമാണ്. ഒരു ഫുൾ ചാർജിൽ 250 കിലോമീറ്റർ ഫിസിക്കലി നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, ലോങ് റേഞ്ചിൽ വരുമ്പോൾ 0 റണ്ണിംഗ് കോസ്റ്റിൽ കൊണ്ടുനടക്കാൻ പറ്റിയൊരു വണ്ടിയാണത്. ലോങ് റേഞ്ചും മീഡിയം റേഞ്ചും നിങ്ങൾ ടിയാഗോന്റെ ഒക്കെ EVന്റെ ആഡ് കാണുമ്പോൾ യൂസ്റ്റിന്റെ പറയുന്നതെന്ന് ലോങ് റേഞ്ചോ മീഡിയം റേഞ്ചോ എന്നുള്ള കറക്റ്റ് അറിയണം. കാരണം രണ്ടിനും പ്രൈസ് നല്ല ഡിഫറൻസ് ഉണ്ട്, അതുകൂടി ശ്രദ്ധിക്കണം. അപ്പൊ ഇത് 250 ഫിസിക്കലി റേഞ്ച് കിട്ടുന്ന വാഹനമാണ്. ക്ലെയിം കാര്യമൊന്നുമില്ലല്ലോ? ക്ലെയിം കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, മിഡിൽ ഓപ്ഷൻ ആണ്, XT ആണ്, സിംഗിൾ ഓണർഷിപ്പ് തന്നെ. സിംഗിൾ ഓണർഷിപ്പിൽ. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ഓണർഷിപ്പിലേക്ക് വരുമ്പോൾ 8 വർഷവും വാറണ്ടി, പിന്നെ 1,60,000 കിലോമീറ്റർ. ഇതിപ്പോ കിലോമീറ്റർ എത്രയും? 49,000 കിലോമീറ്റർ. 49,000. ഓക്കെ, അപ്പോൾ 1,60,000 കിലോമീറ്റർ വരെ വാറണ്ടിയിൽ ഓടാൻ പറ്റും. അതെ. പ്രൈസിങ് എങ്ങനെയിപ്പോ? നമുക്കൊരു 7,40,000 കൊടുക്കാം. 7,40 ടിയാഗോ EV 2024 മോഡൽ വാഹനം. വണ്ടിക്ക് മൊത്തത്തിൽ വാറണ്ടി 27 വരെ ഉണ്ടാവും, കമ്പനി വാറണ്ടി. മെക്കാനിക്കൽ ആൻഡ് ഇലക്ട്രിക്കൽ വാറണ്ടി സാധാ വണ്ടിക്കുള്ള പോലെ തന്നെ 3 വർഷം വാറണ്ടി 27 വരെ. പുറമേ ആയിട്ട് ബാറ്ററി വാറണ്ടി കാര്യങ്ങളുണ്ടാവും. അതാണ് 8 വർഷം ബാറ്ററി വാറണ്ടി കൊടുക്കുന്നത്, അല്ലെങ്കിൽ 1,60,000 കിലോമീറ്റർ. കേട്ടോ, അപ്പൊ താല്പര്യമുണ്ട് എന്തായാലും നോക്കിക്കോ. ഫുൾ ഓൺ വരുവില് ഫുൾ ഓണിൽ ഏകദേശം 90% ചെയ്യാം. 90%. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. അടുത്തതാ സ്കോഡ കുഷാക്കാണ്, KL7 എറണാകുളം രജിസ്ട്രേഷൻ വാഹനം. എന്തെങ്കിലും ഡീറ്റെയിൽ? ഇത് 2021 മോഡൽ 22 രജിസ്ട്രേഷനിൽ ആംബിഷൻ എന്ന് പറഞ്ഞ വേരിയന്റിൽ മാനുവൽ ഗിയർ ബോക്സിൽ മാനുവൽ ആണ്. 1 ലിറ്റർ ടർബോ അല്ലേ? 1 ലിറ്റർ. യെസ്. ഓക്കെ, 1 ലിറ്റർ ടർബോ എഞ്ചിനാണ് വരുന്നത്. അതായത് ഇപ്പറഞ്ഞ വണ്ടികളൊക്കെ ഇല്ലേ, നമ്മുടെ സ്ലാവി ആയിക്കോട്ടെ, പെർച്ചസ് ആയിക്കോട്ടെ, കുഷാക്ക് ആയിക്കോട്ടെ, അല്ലേ? ഇതെല്ലാം എന്ന് വെച്ചാൽ സെയിം എഞ്ചിൻ തന്നെയാണ്. 1 ലിറ്റർ അല്ലേ? 1 ലിറ്റർ ഒക്കെ 1 ലിറ്റർ. മറ്റേതൊക്കെ 1.5 വരുമ്പോൾ എല്ലാം സെയിം തന്നെയാണ്. DSG ഗിയർ ബോക്സ്. നമ്മൾ ഒരു കുഷാക്ക് ഉണ്ട് 1.5, നമ്മൾ അടുത്ത് കാണിക്കും. 1.5 ഓട്ടോമാറ്റിക് അടിപൊളി ഓഫർ കൊടുക്കാൻ വേറെ വണ്ടി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിന്റെ പ്രൈസ് എങ്ങനെയാണ് വരുന്നത്? ഇത് മാനുവൽ ഗിയർ ബോക്സ് ആണ്, സിംഗിൾ ഓണർഷിപ്പ് ആണ്, 37,000 കിലോമീറ്റർ പറയാൻ പറ്റുന്നുണ്ട്. ഇത് നമുക്കൊരു ഓഫറിൽ 8,50,000 കൊടുക്കാം. 8.5 ലക്ഷത്തിന് 2021 അല്ലേ പറഞ്ഞത്? 21-22 രജിസ്ട്രേഷൻ വരുന്ന വണ്ടി. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ എന്തായാലും വിളിച്ചോ. ഫുൾ ഓണും കയറും, ഇത് ഫുൾ ഓൺ കൊടുക്കാം. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് ഒരു നീലക്വേൽ വന്നിരിക്കുകയാണ്, Volkswagen Tiguan ആണ്. അടുത്തത് KL7 വണ്ടി തന്നെ, എറണാകുളം മോഡല്. 2022 മോഡല്, 1 ലിറ്റർ ആണ്, ഹൈലൈൻ ഓട്ടോമാറ്റിക്കിലേക്ക് വന്നു. ഓക്കെ, 1 ലിറ്റർ, അതായത് ടോർക്ക് കൺവേർട്ടർ ഗിയർ ബോക്സ് ആണ് ഇതിൽ വരിക 1 ലിറ്ററിൽ. മറ്റേ GT-ലാണ് DSG വരുന്നത്. പിന്നെ ഓട്ടം 72,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വാഹനം, ഓട്ടോമാറ്റിക്, വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, കംഫർട്ട് ലൈൻ എന്ന് വെച്ചാൽ പവർ വിൻഡോസ്, പിന്നെ കംഫർട്ട് ലൈൻ അല്ല, ഹൈലൈൻ അല്ല, സോറി, കംഫർട്ട് ലൈനിൽ ഓട്ടോമാറ്റിക് വരുന്നില്ലല്ലോ. കംഫർട്ട് ലൈനില്ല. ഓക്കെ, അപ്പോൾ അലോയ്സും കാര്യങ്ങളൊക്കെ വരും. കംഫർട്ട് ലൈനിൽ എന്ന് പറയുമ്പോൾ അലോയ്സ് ഉണ്ടാവില്ല, അത്രയാണ്. പക്ഷെ ഓട്ടോമാറ്റിക് ഇല്ല കേട്ടോ, സോറി. സ്പോർട്ടി ബ്ലൂ ആണ്, അടിപൊളി കളറാണ്, നല്ലൊരു അട്രാക്ഷൻ ഉള്ള കളറാണ്. ക്ലെയിം കാര്യമൊന്നുമില്ലല്ലോ? ഇല്ല, വേറെ ഒന്നുമില്ല. പ്രൈസ് എങ്ങനെയാ? പ്രൈസ് നമുക്ക് ഓഫറിൽ 10,30,000 ഫൈനൽ കൊടുക്കാം. 10-30. ചിലതൊക്കെ 10ന്റെ മേലെ ഇങ്ങനെ കയറുന്നുണ്ടല്ലോ. 10ന്റെ മേലെ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ നടക്കാവില് കാണിക്കേണ്ട വേണ്ടി അബ്ബന്റെ ഒരു നിർബന്ധ പ്രകാരമാണ് നമ്മൾ ഇവിടേക്ക് കാണിക്കുന്നത്. പ്രൈസ് കുറച്ച് കാണിക്കാണ്. മാർക്കറ്റ് അന്വേഷിച്ചാൽ അറിയാൻ പറ്റും. സിംഗിൾ ഓണർഷിപ്പിൽ നല്ല രീതിയിൽ സർവീസ് ഒക്കെ കാര്യങ്ങളൊക്കെ പോയിട്ടുള്ള ഈ ഒരു കളറുള്ള ഒരു ഓട്ടോമാറ്റിക് വണ്ടിക്കുള്ള പ്രൈസ് അത് ഫുൾ ലോൺ കൊടുക്കുക. 100 അല്ല 150% ലോണിൽ കൊടുക്കാന്ന് പറയുന്നത്. ഏകദേശം ഒരു 12 ലക്ഷം രൂപ വരെ ID ഉള്ള വണ്ടിയാണ്. ID ഉണ്ട്. അപ്പോൾ IDV എന്ന് വെച്ചാൽ ഇൻഷുറൻസ് ഡിക്ലെയർഡ് വാല്യൂ അല്ലേ? അതായത് ബാങ്ക് വണ്ടിക്ക് കണ്ട വാല്യൂ ആണത്. ഇത്രയും എമൗണ്ട് ലോൺ വരെ വണ്ടിക്ക് കിട്ടും. നിങ്ങളെ വണ്ടി കളവ് പോയാലോ അല്ലെങ്കിൽ ടോട്ടൽ ലോസ് സംഭവിച്ചാലോ ഒക്കെ ഈ എമൗണ്ട് ആണ് ഇൻഷുറൻസ് കമ്പനി വണ്ടിക്ക് കൊടുക്കുക. അതുകൊണ്ട് തന്നെയാണ് ആ വാല്യൂ വെച്ചിട്ട് തന്നെ ബാങ്ക് വണ്ടിക്ക് ഇത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ താല്പര്യമായിട്ട് വിളിച്ചോ. ഫുൾ ലോണിൽ ഓട്ടോമാറ്റിക് ടൈപ്പ്. അടുത്തത് ഒരു വെറൈറ്റി സെഗ്മെന്റ് ആണ്, സെട്രോൺ. നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു വാഹനമാണ്. സെട്രോൺ ആണ്. C3. ഏതാ മോഡൽ? C3 ഫീൽ 2022 മോഡൽ 23 രജിസ്ട്രേഷൻ വരുന്ന വണ്ടി. വാറണ്ടി കഴിഞ്ഞോ? ജസ്റ്റ് കഴിഞ്ഞ മാസം കഴിഞ്ഞിട്ടുണ്ടല്ലേ? ഓക്കെ, അപ്പോൾ ഫീൽ എന്ന് വെച്ചാൽ മിഡിൽ ഓപ്ഷൻ ആണ്. പക്ഷേ ഇതിൽ കസ്റ്റമർ ഏകദേശം 60,000 രൂപ ഫിറ്റിംഗ്സ് ചെയ്തിട്ടുണ്ട്. അലോയ് വീൽസ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഓപ്ഷനിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. കമ്പനി തന്നെ ചെയ്ത്. അപ്പോൾ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ട്, അതെ, നല്ലൊരു പ്രൊഫൈലുള്ള കസ്റ്റമർ യൂസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഒരു നോർമൽ നമ്മളെ സാധാരണ പെട്രോൾ വണ്ടി അല്ലേ? അതെ, അത്ര പറയാനുള്ളൂ. ഒരു ബഡ്ജറ്റ് കാറാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫീച്ചേഴ്സിന്റെ അലോയ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതായത് ഈ സെഗ്മെന്റിൽ നിങ്ങൾ വേറെ നമ്മൾ സ്ഥിരം കാണുന്ന ബ്രാൻഡുകൾ നോക്കിക്കഴിഞ്ഞാൽ ഈ വിലക്ക് കിട്ടൂല. ഓക്കെ, ഇത് എത്ര കൊടുക്കാത്? ഇത് നമ്മൾ കുറച്ച് ഡീറ്റെയിൽസ് പറയാൻ വിട്ടുണ്ട്. 27,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പിൽ 27,000 കിലോമീറ്റർ. ഓക്കെ, ഓഫർ നമുക്ക് ഒരു 5,10,000 കൊടുക്കാം. 5-10 22 മോഡൽ 23 രജിസ്ട്രേഷൻ വരുന്ന C3 ഫീലാണ് മിഡിൽ ഓപ്ഷൻ വാഹനം. ഓക്കെ, ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു വർഷം സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ സിംഗിൾ ഓണർഷിപ്പ് ആണ്. പ്രോപ്പർ കമ്പനി സർവീസും പോയിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ വിളിച്ചോ. ഇപ്പോൾ
ഇതിന്റെ ഒരു സൈസിലേക്ക് നോക്കുമ്പോൾ നമ്മളിപ്പോ ടാറ്റ പഞ്ച് അങ്ങനത്തെ ഒക്കെ വണ്ടി അതെ, പഞ്ച് ആ റേഞ്ചിൽ ആ റേഞ്ചിലൊക്കെ നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി എന്താ പറയാ, അതിനൊക്കെ കൂടി മാർക്കറ്റ് കൂടി. അതെ, വില കൂടി. മാത്രമല്ല ഇതൊരു വെറൈറ്റി ആയിട്ട് റോട്ടിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഒരുപാടൊന്നും ഈ വാഹനങ്ങളില്ല, ഇഷ്ടമാണ് കായ് വരുന്നുള്ളൂ. ഓക്കെ, അപ്പൊ താല്പര്യം ഉണ്ടെങ്കിൽ നോക്കിക്കോ, ഫുൾ ഓൺ കയറും. ഫുൾ ഓൺ ചെയ്യാം. നമ്മൾ വീണ്ടും കിയ സോണറ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. KL 76 കോഴിക്കോട് നന്മണ്ട രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ്. ഇതും ബ്ലാക്ക് തന്നെ അല്ലേ? ഇതും ബ്ലാക്ക് ആണ്. ഇത് ന്യൂ ഷേപ്പ് ആണ്. നേരത്തെ കാണിച്ച ന്യൂ ഷേപ്പ് അല്ല. 2024 മോഡലാണ്. നിലവിൽ കമ്പനി വാറണ്ടിയിൽ നിൽക്കുന്നതാണ്. ഓക്കെ, 27 വരെ കമ്പനി വാറണ്ടി ഉണ്ടോ? എക്സ്റ്റെൻഡ് ചെയ്തിട്ടില്ല. എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് 2 വർഷം കൂടി എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ബാക്കി ഓപ്ഷൻ HTK പ്ലസ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. അപ്പം സൺറൂഫ് കാര്യങ്ങളൊക്കെ വരും. അത്യാവശ്യം ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അലോയ്സ് പുഷ് ബട്ടൺ അലോയ്സ് ഉണ്ടാവില്ല. HTK പ്ലസിന് സ്റ്റൈൽ വീൽ മുതലാണ് വരുന്നത് അലോയ്സ് കാര്യങ്ങൾ. എന്തായാലും സൺറൂഫ് പുഷ് ബട്ടൺ ഒക്കെ ഉണ്ട്. പിന്നെ കിലോമീറ്റർ 52,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പിൽ പെട്രോൾ IMT ഗിയർ ബോക്സ് ആണ് കേട്ടോ. പെട്രോൾ IMT-ൽ ഇത്ര ഓട്ടം പോയി അല്ലേ? IMT കുറച്ച് കിലോമീറ്റർ ഓടി. ഓക്കെ, പെട്രോൾ IMT എന്ന് പറയുമ്പോൾ എനിക്ക് 12-15 ഏകദേശം മൈലേജ് കിട്ടും. 10-ന്റെയും 15-ന്റെ ഉള്ളിലായിട്ട് പറയാം. നോർമൽ ഒരു കോമ്പാക്ട് SUV സെഗ്മെന്റ് മൈലേജ് തന്നെ. അതെ, ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, വേറെ മേജർ ആയിട്ടുള്ള ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ 24 വണ്ടി 27 വരെ ഇപ്പോൾ വാറണ്ടിയിലാണ്. വേണം നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനും പറ്റുന്ന ഓപ്ഷൻ ഉണ്ട്. HTK പ്ലസ് എത്ര കൊടുക്കാം? ഒരു 8,75,000 കൊടുക്കാം. 8,75,000 നിങ്ങൾക്ക് കൊണ്ടുപോകാം. അതൊരു 2024 ന്യൂ ഷേപ്പ്, പുതിയ 2027 വരെ കമ്പനി വാറണ്ടിയിലുള്ള ഫുൾ ഓൺ കയറും. ഫുൾ ഓൺ ചെയ്യാൻ പറ്റും. പിന്നെ എന്താ, ഫോക്സ് വാഗൺ തന്നെ ടൈഗൺ ആണ്. KL 43 മട്ടാഞ്ചേരി രജിസ്ട്രേഷൻ വാഹനം. ഇതേതാ മോഡല്? 2022 മോഡൽ, 23 രജിസ്ട്രേഷൻ. ഓക്കെ, വാറണ്ടി കഴിഞ്ഞു. ഓക്കെ, 23 രജിസ്ട്രേഷൻ. സിംഗിൾ ഓണർഷിപ്പ് തന്നെ. സെക്കൻഡ് ഓണർഷിപ്പിൽ ഹൈലൈൻ 1 ലിറ്റർ ഓട്ടോമാറ്റിക് ആണ്. ഓക്കെ, 1 ലിറ്റർ ഓട്ടോമാറ്റിക്. നേരത്തെ നമ്മൾ കുഷാക്ക് ഓട്ടോമാറ്റിക് അല്ല കാണിച്ചത്? കുഷാക്കല്ല, നേരത്തെ കാണിച്ച ടൈഗണും നമ്മളെ സ്പോർട്ടി ബ്ലൂ കാണിച്ചത് അത് ഓട്ടോമാറ്റിക് ആണ്. ഓക്കെ, ശരിയാ, മാറിപ്പോയി. ഒരുപാട് കുഷാക്കും ടൈഗണും ഒന്നും ഉണ്ട് കാണിക്കാൻ. സെയിം സാധനം തന്നെയാണ് ഇതും. ഓക്കെ, ഹൈലൈൻ ഓട്ടോമാറ്റിക്. കിലോമീറ്ററും സെയിം ആണ്. 72,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. ഓക്കെ, വേറെ റീപ്ലേസ്മെന്റ് ക്ലെയിം കാര്യങ്ങളൊന്നുമില്ല അല്ലേ? 1 ലിറ്റർ എഞ്ചിൻ വരുന്ന വണ്ടി എത്രയാ ചോദ്യം? ഒരു 10,50,000 കൊടുക്കാം. 10.5 ലക്ഷം. ഇതിപ്പോ കാണുമ്പോൾ ചിലർക്ക് ഡൗട്ട് ഉണ്ടാവും, എന്താ 10 ലക്ഷത്തിന് താഴെ എന്ന് പറഞ്ഞിട്ട്. കുറച്ച് വണ്ടികൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവും, ചെറിയ വില വ്യത്യാസം. അതായത് 10-30, 10.5 അല്ല. അങ്ങനെ കാണിക്കുന്ന സത്യം പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ 11 ലക്ഷത്തിന് മുകളിലേക്ക് ചോദിക്കാൻ പറ്റുന്ന വണ്ടികൾ. അപ്പൊ നടക്കാവിലേക്ക് നമുക്ക് 2 ഷോറൂമാണ്. നിങ്ങൾ സ്റ്റാർട്ടിങ് പറഞ്ഞിട്ടുണ്ടാവില്ല. അപ്പൊ 2 ഷോറൂമാണ്. പക്ഷെ ഇവിടെ തന്നെ കാണിക്കണം, വില കുറച്ച് കാണിക്കണം. നമുക്ക് ഒരു നിർബന്ധം ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇവിടേക്ക് പ്രൈസ് കുറച്ചിട്ട് ഇവിടേക്ക് എടുക്കുന്ന വണ്ടികൾ. അത് കമന്റ് വരാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് നമ്മൾ ക്ലിയർ ആക്കിയത്. അപ്പൊ താല്പര്യമായിട്ട് എന്തായാലും വിളിച്ചോ. ലോൺ എത്ര കിട്ടും? ഒരു 10 ലക്ഷം കിട്ടും? 10 ലക്ഷം 12 ലക്ഷം ലോൺ കിട്ടും. അത്ര കിട്ടും. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് MG ഹെക്ടർ ആണ്. KL 8 തൃശ്ശൂർ രജിസ്ട്രേഷൻ വാഹനം. ഇത് മോഡൽ ഏതാ? ഇത് 2019 മോഡല് ഹെക്ടർ ഷാർപ്പ് CVT. ഓട്ടോമാറ്റിക് ആണ്, പെട്രോൾ ഓട്ടോമാറ്റിക്. ഏറ്റവും ഫുൾ ഓപ്ഷൻ വാഹനമാണ്. അതെ, അന്ന് ഇറങ്ങിയിട്ടുള്ള ഏറ്റവും ഫുൾ ഓപ്ഷൻ. ഓട്ടം 1,07,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇപ്പൊ ലാസ്റ്റ് സർവീസ് വരെ കമ്പനി ഇപ്പൊ ചെയ്ത് ഇറങ്ങിയതാണ്. സിംഗിൾ ഓണർഷിപ്പാ? സെക്കൻഡ് ഓണർഷിപ്പ്. 1.7 എന്ന് വെച്ചാൽ MG പെട്രോൾ ഓട്ടോമാറ്റിക്കിനെ സംബന്ധിച്ച ഒരു ഓട്ടാണ്. കാരണം എന്താ വെച്ചാൽ ഇതെടുത്തിട്ട് അങ്ങനെ ഓടുന്നില്ല പൊതുവെ. പക്ഷെ കംഫർട്ടിൽ നമുക്ക് അടിപൊളിയാണ്. അടിപൊളി കംഫർട്ട് അല്ലേ? ഞാൻ പറയാം, ഇത്രയും ഓട്ടമുള്ള ഒരാളാണ് സാറിന് ഡീസലാണ് പ്രിഫർ ചെയ്യുന്നത്. ഒരു പെട്രോൾ ഓട്ടോമാറ്റിക് എന്ന് പറയുമ്പോൾ സാറിന് ഇതിനൊരു 10-ന്റെ ഉള്ള മൈലേജ് ഉണ്ട്. ഓക്കെ, പക്ഷെ അവർ കംഫർട്ട് കംഫർട്ടായി ഇങ്ങനെ ഓടിച്ചു പോയതായിരിക്കും പുള്ളി ഉദ്ദേശിച്ചത്. ഓക്കെ, ക്ലെയിമോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? വേറെ ക്ലെയിം കാര്യങ്ങളൊന്നും ഇല്ല. ടൈലൈറ്റ് മാത്രം മാറിയിട്ടുണ്ട്, വേറെ ഒന്നും. കമ്പനി തന്നെയല്ല, കമ്പനി തന്നെ മാറി. വേറെ ഫീച്ചേഴ്സ് വരാന്നുണ്ടെങ്കിൽ ഫീച്ചേഴ്സ് പറയണ്ട. ഫീച്ചർ ലോഡാണ് നമ്മൾ പറയാൻ തുടങ്ങിയാൽ ഇപ്പൊ ഈ വീഡിയോ മതിയാവില്ല ചിലപ്പോൾ. അത്രയും പറയണ്ട. പിന്നെ 5 സീറ്റർ ആണ് ഇത് വരാ, ഹെക്ടർ ആണ്. പിന്നെ എത്രയാ പ്രൈസ്? എങ്ങനെയാ? നമുക്കൊരു 8,40,000 കൊടുക്കാം. 8.40 അല്ലേ? ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് ഹെക്ടർ നിങ്ങൾക്ക് കൊണ്ടുപോകാം. സെക്കൻഡ് ഓണർഷിപ്പ് കിടക്കുന്ന വാഹനമാണ്. ഫുൾ ഓൺ കയറും? ഫുൾ ഓണിലും കൊടുക്കാം, കിട്ടും. ഇത് പ്രോപ്പർ സർവീസ് അല്ല, കമ്പനി സർവീസ് ഒക്കെ പോയതാ. 2023 വരെ കമ്പനി സർവീസ് ഉണ്ട്. അതിനിടയിൽ പുറത്തുനിന്ന് 2 സർവീസ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് സർവീസ് ഒക്കെ കമ്പനി തന്നെ ചെയ്തിട്ടുണ്ട്. അടുത്തത് ഒരു മിഡിൽ ക്ലാസ്സുകാരന്റെ പ്രീമിയം വാഹനമാണ് ഫോക്സ് വാഗൺ പോളോ. പോളോ എന്ന് വെച്ചാൽ GT DSG ഗിയർ ബോക്സ് വാഹനം. TSI ദ റിയൽ ഹീറോ. 1.2. ഓക്കെ, ഏതാ മോഡൽ? ഇത് 2017 മോഡലാണിത്. 17. അതെ, ഓട്ടോമാറ്റിക് DSG ഗിയർ ബോക്സിൽ വരുന്നത്. 90,000 കിലോമീറ്റർ പ്രോപ്പർ സർവീസ്. സർവീസ് ഉണ്ട്. ക്ലെയിം കാര്യമൊന്നുമില്ല. ക്ലെയിം കാര്യങ്ങൾ മേജർ ആയിട്ടൊന്നുമില്ല. സിംഗിൾ ഓണർഷിപ്പ് തന്നെ. സിംഗിൾ ഓണർഷിപ്പുള്ള വണ്ടിയാണ്. ഓക്കെ, അപ്പോൾ ഒരു പെർഫോമൻസ് ബേസ്ഡ് കാർ നോക്കുന്നവരുണ്ടെങ്കിൽ കണ്ണും പൂട്ടി എടുക്കാൻ പറ്റിയൊരു വണ്ടിയാണ്. അധികം വിശേഷിപ്പിക്കേണ്ട ആവശ്യം വരുന്നില്ല. അത്ര ആൾക്കാർ എങ്ങനെ പൂതി വെച്ചെടുക്കുന്ന വണ്ടിയല്ലേ? അതെ. ഓക്കെ, പിന്നെ പ്രൈസ് എങ്ങനെയുണ്ട്? നമുക്കൊരു 7,75,000 കൊടുക്കാം. 7.75 2017 DSG ഗിയർ ബോക്സ് വരുന്ന GT നിങ്ങൾക്ക് കൊണ്ടുപോകാം. പ്രൈസ് ഏകദേശം ലാസ്റ്റ് ആണോ, അല്ലാതെ മാറ്റണ്ടോ?
നിങ്ങൾ വന്ന് എന്തായാലും വണ്ടി കാണാം, ബാക്കി നമുക്ക് നോക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാം. വണ്ടി ഇപ്പോൾ വന്ന കണ്ടീഷനാണ്, വന്നിട്ടേ ഉള്ളൂ. അതാണ് ക്ലിയർ ചെയ്ത് കൊടുക്കാം അല്ലേ? അതെ, ഫുൾ സെറ്റാക്കി ഉഷാറാക്കി ഒരു പുതിയ വണ്ടി എടുക്കുന്ന രീതിയിൽ തന്നെ കൊടുക്കാം. ഒരു 7 ലക്ഷം വരെ ലോൺ കിട്ടും. അതെ, ഒരു 6-7 വരെ ലോൺ കിട്ടും. അടുത്തത് ഒരു സ്പോർട്ടി ലുക്ക് വേണ്ടിയാണ്. ഹ്യുണ്ടായി i20 ഓൾ ന്യൂ i20 ആണ്. അതായത് കുറച്ച് സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് സൈഡ് പ്രൊഫൈലൊക്കെ കാണുമ്പോൾ റോഡിലൂടെ പോകുന്ന കാണുമ്പോൾ തന്നെ ഒരു സ്റ്റൈലിഷ് ലുക്ക് ആയിരിക്കും. എങ്ങനെ ഡീറ്റെയിൽ ഇത്? 2023 മോഡൽ, വെറും 16,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. സ്പോർട്സ് IVT ആണ്, ഓട്ടോമാറ്റിക് ആണ്. ഓക്കെ, IVT ഇന്റലിജന്റ് വേരിയബിൾ ട്രാൻസ്മിഷൻ. ഓക്കെ, സ്പോർട്സിൽ ഓട്ടോമാറ്റിക് വണ്ടിയാണ്. സ്പോർട്സ് എന്ന് പറയുമ്പോൾ ഇതിന്റെ മേലെ ആസ്റ്റ ഓപ്ഷനിൽ അങ്ങനെ രണ്ട് ഓപ്ഷൻ കൂടി ഉണ്ടാവും. പക്ഷെ ഇതില് അലോയ്സ് വരില്ല, പക്ഷെ സ്റ്റൈലിഷ് വീൽ അങ്ങനത്തെ സ്റ്റൈൽ വീല് വരുന്ന വാഹനമാണ്. അതുകൊണ്ട് തന്നെയാണ് ആ റോഡ് പ്രസൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വേറെ തന്നെയാണ്. പിന്നെ ഷോറൂം കണ്ടീഷൻ തന്നെ 16,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള ഇന്റീരിയർ ആണെങ്കിലും എക്സ്റ്റീരിയർ ആണെങ്കിലും ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, ക്ലെയിം കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഫുൾ സർവീസ് ഉണ്ട് അല്ലേ? ഫുൾ സർവീസ് ഉള്ളതാണ്. 16,000 കഴിഞ്ഞു. വാറണ്ടി ഇപ്പൊ നിലവിൽ കണ്ടീഷനിൽ വാറണ്ടി ഉണ്ട്, കമ്പനി വാറണ്ടി എടുക്കുന്നവർക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ മാസം കൂടെ ഉണ്ട്. ഈ മാസം ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ എടുക്കുകയാണെങ്കിൽ 2 വർഷം കൂടെ നിങ്ങൾക്ക് കമ്പനി വാറണ്ടി തന്നെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു i20 ആണ്. മൈലേജ് ഓട്ടോമാറ്റിക് അല്ല, ഒരു 10-13 കിട്ടുള്ളൂ. സെക്കൻഡ് ഓണർഷിപ്പിലാണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആയത് എങ്ങനെയാന്ന് വെച്ചാൽ, ഇത് മകളെ പേരുള്ള വണ്ടിയായിരുന്നു. മകള് ജർമ്മനിയിലേക്ക് പോകുന്ന സമയത്ത് ഫാദറിന്റെ പേരിലേക്ക് ആക്കി, റിസ്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി, എന്തെങ്കിലും റിസ്ക് ഉണ്ടാവും എന്നുള്ള ടെൻഷനിൽ ഫാദറിന്റെ പേരിലേക്ക് ആക്കിയിട്ട് പോയതാണ്. പിന്നെ ജർമ്മനിയിൽ നിന്ന് വരേണ്ടി വരും. എന്തെങ്കിലും അങ്ങനെ ചിന്തിച്ചിട്ടേ അങ്ങനെ ചെയ്തതാണ്. നമുക്ക് അതിന്റെ ആ ആർസിയും ഈ ആർസിയും നമ്മളെ കയ്യിലുണ്ട്, രണ്ടുമുണ്ട്. അപ്പോൾ പ്രൈസ് നമുക്കൊരു 7,75,000 കൊടുക്കാം. 7.25 ലക്ഷത്തിന് ഈ ഒരു വാഹനം നിങ്ങൾക്ക് കൊണ്ടുപോകാം. 7 ലക്ഷം വരെ ലോണും ചെയ്യാം. ഓക്കെ, 23 ഓട്ടോമാറ്റിക് സ്പോർട്സ് ഓപ്ഷൻ. താല്പര്യമുണ്ട് എന്തായാലും വിളിച്ചോ. ലോ കിലോമീറ്റർ ആണ്, 16,000 അടുത്ത വണ്ടിയിൽ. അടുത്ത വാഹനം ടാറ്റ ഹാരിയർ ആണ്. KL 22 രജിസ്ട്രേഷൻ വരുന്ന വാഹനം. ഏതാ മോഡല്? 2019 മോഡല് എക്സെറ്റ്, അതായത് അന്നത്തെ ടോപ്പ് ഓപ്ഷൻ. അന്നത്തെ ഫുൾ ഓപ്ഷൻ മാനുവൽ ഫസ്റ്റ് ഷേപ്പിലുള്ള. ഡീസൽ മാനുവൽ 77,000 കിലോമീറ്റർ. ഓക്കെ, 77,000 വലിയ ഓട്ടമല്ല. സെക്കൻഡ് ഓണർ ആണ് കേട്ടോ. സെക്കൻഡ് ഓണർ ആയിട്ടല്ല, സെക്കൻഡ് ഓണർഷിപ്പ് കിടക്കുന്ന വാഹനം. 77 എന്ന് പറഞ്ഞാൽ സാറിന് ഇതൊക്കെ 1 lakhന്റെ മേലെ സംബന്ധിച്ച് വലിയൊരു ഓട്ടം. ഡീസലും ആണ്, പിന്നെ ഓട്ടം ഉണ്ടാവും സ്വാഭാവികമായിട്ടും. ഓക്കെ, പ്രോപ്പർ സർവീസ് കാര്യങ്ങളെല്ലാം എല്ലാം പോയ വണ്ടിയാണ്. ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ക്ലെയിം എന്ന് പറഞ്ഞാൽ ഒരു ഹെഡ്ലൈറ്റും ഒരു ഫെൻഡറും മാത്രം ക്ലെയിം ഉള്ളൂ, വേറെ ഒന്നുമില്ല. വേറെ അതിന്റെ പ്രത്യേകമുള്ള സാധനങ്ങളൊന്നുമില്ല. ഓക്കെ, ബോണറ്റോ ഗ്ലാസോ? ഇല്ല, തട്ടിയതൊന്നുമല്ല, ഫുൾ ഹിസ്റ്ററി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഡീസൽ ഹാരിയർ ഫസ്റ്റ് ഷിപ്പ് വണ്ടി തപ്പി നടക്കുന്നവരുണ്ടെങ്കിൽ കൊണ്ടുപോകാം. തീർച്ചയായും. ഓക്കെ, എത്ര പ്രൈസ് എങ്ങനെയാണ്? നമുക്കൊരു 9,95,000 കൊടുക്കാം. 9.95 ലോ കിലോമീറ്റർ വണ്ടിയാണ്. ഈ ഒരു വാഹനത്തെ സംബന്ധിച്ച് ആ ഒരു കിലോമീറ്റർ വെച്ചിട്ട് ലോ കിലോമീറ്റർ ആണ്. തീർച്ചയായും. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും നോക്കാം. ലോൺ ഒരു 9 ലക്ഷം ഫുൾ ലോൺ കിട്ടും. ഫുൾ ലോൺ ചെയ്യാം, ഉറപ്പല്ലേ? ഉറപ്പായിട്ടും. ബാക്കി നിങ്ങളുടെ ട്രാക്കാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ലോണില് രണ്ട് ഫാക്ടറാണ്, ഒന്ന് നിങ്ങളുടെ ട്രാക്കും ഒന്ന് വണ്ടിയുടെ ട്രാക്കും. വണ്ടി ഫിറ്റ് ആണ്, ബാക്കി നിങ്ങളുടെ ട്രാക്കിനനുസരിച്ച് ട്രാക്കിന് കിട്ടും, ബാക്കി നിങ്ങളുടെ ട്രാക്കിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനമാണ്. നമ്മൾ തുടക്കത്തിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫോക്സ് വാഗൺ വെർച്ചസ് വിടേണ്ടത്. വെർച്ചസ് ആണ്. KL 41 ആലുവ രജിസ്ട്രേഷൻ വാഹനം. അടിപൊളി ഒരു കളറാണ് കേട്ടോ. നല്ല കളർ, നല്ലൊരു ഒരു അട്രാക്ഷൻ ഉള്ള കളറാണ്. പീകോക്ക് ബ്ലൂ എന്നൊക്കെ പറയാൻ പറ്റിയ ഒരു കളർ. എന്താണ് ഒറിജിനൽ കളർ നോക്കിയിട്ട് പറയാൻ പറ്റുള്ളൂ. പറഞ്ഞാൽ ഒരു കമന്റ് വരാൻ സാധ്യത. ഓക്കെ, ഏതാ മോഡൽ ഇത്? 2023 മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ 61,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടിയാണ്. 61,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓക്കെ, വാറണ്ടി കഴിഞ്ഞോ അതോ? വാറണ്ടി ജസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. അഡീഷണൽ വേറെ പുറത്തുനിന്നുള്ള വാറണ്ടി വേണമെങ്കിൽ ഇനി എടുക്കാൻ പറ്റും. വാറണ്ടി കിട്ടൂല, കമ്പനി വാറണ്ടി ജസ്റ്റ് ഇപ്പൊ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, കിലോമീറ്റർ 61,000 കിലോമീറ്റർ. കംഫർട്ട് ലൈൻ ഓപ്ഷൻ ഞാൻ ചോദിക്കാൻ വന്നത്. കംഫർട്ട് ലൈൻ ആണ്. കംഫർട്ട് എന്ന് വെച്ചാൽ സ്റ്റാർട്ടിംഗ് അല്ലേ? ടോപ്പ് ലൈൻ അങ്ങനെയാണ് വരിക. 1 ലിറ്റർ ടർബോ എഞ്ചിൻ വരുന്ന വാഹനമാണ്. മൈലേജ് ഒരു 12-15 റേഞ്ച് ഒക്കെ ഏകദേശം. 15 ഉള്ളിലായിട്ട് എക്സ്പെക്ട് ചെയ്യാം. അതിന്റെ ഉള്ളിൽ എക്സ്പെക്ട് ചെയ്യാം. കംഫർട്ട് ഉണ്ടാവും, സെഡാനാണ്. അതെ, സ്ലാബ് നമ്മൾ കാണിച്ചു, അതേ കാറ്റഗറി ടൈഗൂൺ കാണിച്ചു. ഒരുപാട് വണ്ടികൾ ഇന്ന് വോക്സ് വാഗൺ എനിക്കൊരു 4-5 വണ്ടികൾ നമ്മൾ കാണിച്ചിട്ടുണ്ട് ഓൾറെഡി. ഓക്കെ, അപ്പോൾ പ്രൈസ് എങ്ങനെ ഇത്? നമുക്കൊരു 9,30,000 കൊടുക്കാം ഫൈനലായിട്ട്. 9.30 അല്ലേ? ഓക്കെ, 9.30 കംഫർട്ട് ലൈൻ 2023 മോഡൽ വാഹനം, സിംഗിൾ ഓണർഷിപ്പ് വണ്ടി നിങ്ങൾക്ക് കൊണ്ടുപോകാം. പെട്രോൾ മാനുവൽ ആണ്. ഫുൾ ലോണിലും കൊടുക്കാം. ഫുൾ ലോൺ കിട്ടും. അപ്പോൾ ഫുൾ ലോണിൽ ഇതാ ഒരു വെർച്ചസ് കൂടെ ഉണ്ട്. അപ്പോൾ ഏത് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇനി കോൺടാക്ട് ചെയ്യാം. ഇത് മാത്രമല്ല, ഇവരുടെ യാർഡ് ഉണ്ട്, ഇതിന്റെ പുറകെ തന്നെ യാർഡ് ഉണ്ട്. ഇവിടെ തന്നെ ഏകദേശം 40 വണ്ടിയുടെ സ്റ്റോക്ക് ഉണ്ട്. അങ്ങനെ മൊത്തത്തിൽ 60 വണ്ടിയിലധികം സ്റ്റോക്ക് ഉണ്ട്. അപ്പുറത്തുണ്ട്, ഷമീസ് കാസ് നടക്കാവിലുണ്ട്. സ്റ്റോക്ക് മാത്രം ഇത്രയും പറഞ്ഞ അവിടെ വേറെ ഉണ്ട് 10 ലക്ഷത്തിന്റെ മുകളിലുള്ള. അപ്പൊ ഏത് വേണമെന്നുണ്ടെങ്കിലും, ഇനി അവിടുത്തെ വണ്ടി വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾ ഏടലാറ്റം കണ്ടിട്ട് വിളിക്കാം. തീർച്ചയായും അവർ കണക്ട് ചെയ്ത് തരും. ഓക്കെ, അപ്പോൾ
കോൺടാക്ട് നമ്പർ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഇന്നത്തെ അഭിപ്രായങ്ങളൊക്കെ തന്നെ കമന്റ്സിൽ രേഖപ്പെടുത്താൻ വിട്ടുപോകരുത്. അപ്പോൾ എല്ലാവർക്കും നന്ദി. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. താങ്ക് യു. താങ്ക് യു. താങ്ക് യു. ബൈ.